കോൺഗ്രസിലെ എല്ലാ പദവികളും മുഖ്യമന്ത്രി സ്ഥാനവും KPC പ്രസിഡന്റ് സ്ഥാനവും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനത്തിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെയാണ് തുടരാൻ ആഗ്രഹിച്ചത്. ഒരിക്കലും ഡൽഹി രാഷ്ട്രീയത്തിനോട് താല്പര്യം കാണിക്കാത്ത ആളായിരുന്നു. മാത്രമല്ല പാർട്ടിയുടെ നേതൃത്വത്തിന് പാളിച്ച പറ്റുമ്പോൾ അക്കാര്യം തുറന്നു പറയുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ പോലെ തന്നെ മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെയാണല്ലോ സാധാരണ രീതിയിൽ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഏതായാലും ശ്രീ കാർത്തികേയൻ്റെ നിര്യാണം പാർട്ടിക്ക് ഒരു നഷ്ടം തന്നെയാണ്, പൊതു സമൂഹത്തിന് നഷ്ടമാണ്. നല്ലൊരു മികച്ച ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻസിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ സാധാരണ പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ടതാണ്. നിയമസഭയിൽ അദ്ദേഹത്തിന് 87 അദ്ദേഹം സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി, കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് തന്നെ 91 അദ്ദേഹം ആര്യനാട് മത്സരിക്കുമ്പോൾ അതുവരെയുള്ള നിയോജകമണ്ഡലത്തിൻ്റെ ഒരു ചിത്രം നോക്കിയാൽ കോൺഗ്രസ്സിന് ഒട്ടും ഒരു പ്രാപ്യമായ നിയോജകമണ്ഡലമായിരുന്നില്ല. കുറേ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ഇടതുപക്ഷം ജയിച്ച നിയോജകമണ്ഡലം. ശ്രീ പങ്കജാക്ഷനെ പോലൊരു നിയമസഭാ സാമാജികൻ പ്രതിനിധാനം ചെയ്ത നിയോജകമണ്ഡലം. അന്ന് പങ്കജാക്ഷന് ഈ 91 ഇലക്ഷൻ നിൽക്കുമ്പോൾ പങ്കജാക്ഷൻ മന്ത്രിയായ പങ്കജാക്ഷനെയാണ് കാർത്തികേയൻ അവിടെ സ്ഥാനാർത്ഥിയെ അവിടെ നേരിടുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാർത്തികേയൻ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതൊരു റിസ്ക് എടുക്കലല്ലേ, തിരുവനന്തപുരം അന്ന് ഈസ്റ്റും ഒക്കെ ഉള്ള സമയത്ത് എന്തിനാണ് വെറുതെ ആര്യനാട് ജയിക്കാത്തൊരു നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഈസ്റ്റിലന്ന് അന്നത്തെ സാഹചര്യത്തിൽ EK കുമാറിന് മത്സരിക്കണമെന്നുണ്ട്, വർക്കരയിൽ കഹാറുണ്ട്. അപ്പോൾ പറഞ്ഞ എന്തിനാ അവരൊന്നും ഞാൻ ശല്യം ചെയ്യുന്നില്ല, രാഷ്ട്രീയത്തിൽ ഭാഗ്യം നിർഭാഗ്യമൊക്കെ ഉണ്ടാകും, അതൊരു സാധാരണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആര്യനാട് മത്സരിച്ച് ജയിച്ചത്. ആ വിജയിച്ചതിന് ശേഷം 87 നോർത്തിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയത് ശ്രീ വിജയകുമാറാണ്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ആ നിയോജകമണ്ഡലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയും പിന്നീട് ഒരു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് കഴിയാത്ത രീതിയിൽ ആ നിയോജകമണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി അഹോരാത്രം അദ്ദേഹം പണിയെടുത്തു. നിയോജകമണ്ഡലത്തിൻ്റെ രൂപം മാറി അരുവിക്കരയായപ്പോഴും അരുവിക്കരയിൽ ആദ്യത്തെ MLA ആയി ശ്രീ കാർത്തികേയൻ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ദൗർഭാഗ്യവശാൽ അസുഖം കാരണം അദ്ദേഹത്തിന് കാലാവധി തികയ്ക്കാൻ കഴിയാതെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിയാനുണ്ടായത്. ഇന്ന് മരണപ്പെട്ട് 11 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകരിലും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.